ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നൂസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവോള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, 2 തക്കാളി നീളത്തിലരിഞ്ഞത്, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി. ഇനി വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. കുക്കർ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. അതിന് കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നെയ്യെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സവോള നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവോള പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഏകദേശം നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയും സവോളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 4 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പെല്ലാം പാകമാണോന്നൊന്ന് നോക്കണം. ഇനി നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിരിയാണി അരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീരിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ 1 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ എയർ എല്ലാം പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ എയർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.